നമസ്കാരം. സന്തോഷത്തിന്റെ താക്കോൽ തേടിയുള്ള ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം സന്തോഷ് ശൂരനാണ്. എല്ലാവരും ന്യൂ ഇയർ ആഘോഷങ്ങൾ തിരക്കിലായിരിക്കും അല്ലേ? എല്ലാ ന്യൂ ഇയറിലും നമ്മൾ റെസൊല്യൂഷൻ എടുക്കാറില്ലേ? അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇത് അച്ചീവ് ചെയ്യും, അത് അച്ചീവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മളത് പൊളിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്ത ആഴ്ചയിൽ. എന്നിട്ട് എന്തിനെങ്കിലും കുറ്റം പറഞ്ഞ് അടുത്ത വർഷം പുതിയ റെസൊല്യൂഷനായി വരും. അതൊക്കെ പോട്ടെ, കഴിഞ്ഞ വർഷത്തെ റെസൊല്യൂഷന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ അന്വേഷിക്കാതെ എപ്പോൾ നിങ്ങൾ പൊളിച്ചാലും എത്ര ദിവസം നിലനിന്നാലും ഒരു നഷ്ടവും വരാത്ത, ഒരു കുറ്റബോധവും വരാത്ത ഒരു റെസൊല്യൂഷനെ പറ്റി പറയാം. COVID-19 എന്ന ഒരു കുഞ്ഞു വൈറസ് ഈ ലോകം മുഴുവനുള്ള ജനതകളെ പുതിയ പുതിയ പല പാഠങ്ങളും പഠിപ്പിച്ചു. അതിൽ പ്രധാനം ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ്. ഈ മരിച്ചവരുടെയൊക്കെ മരണകാരണം ശരിക്കും പറഞ്ഞാൽ കോവിഡ് ആയിരുന്നില്ല. അവരൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് അടിമകളായിരുന്നു. എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്? നമ്മൾ ലൈഫിൽ കൂടുതൽ സ്റ്റൈൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് അടിമകളാവും. ഒപ്പം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സ്ഥിരം കസ്റ്റമേഴ്സ് ആവും. കൊച്ചിയിൽ താമസിക്കുന്ന എനിക്കറിയാം, തൊട്ടടുത്തുള്ള നാട്ടുവൈദ്യന്മാരെയും സീനിയർ ഡോക്ടേഴ്സിനെയൊക്കെ തള്ളിക്കളഞ്ഞ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോവുക എന്നത് ആൾക്കാർക്ക് ക്രെഡിറ്റാണ്. ഇതുമൂലം നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ശൃംഖലയുടെ ഇരകളായി മാറുകയാണ്. ദൈവികമായി നമുക്ക് കിട്ടിയ അവയവങ്ങൾ മുറിച്ചു മാറ്റിയും വെച്ച് പിടിപ്പിച്ചും നമ്മൾ നമ്മുടെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുത്തുന്നു. അവസാനം എന്ത് സംഭവിക്കുന്നു? നമ്മുടെ വിലയേറിയ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു. ഇതുമൂലം തടിച്ചു കൊഴുക്കുന്നത് ആരാണ്? ഈ ഹോസ്പിറ്റൽ മാഫിയകളാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോവുക എന്നുള്ളത് ഒരു ക്രെഡിറ്റോ സ്റ്റാറ്റസോ ആക്കാതെ ആരോഗ്യകാര്യത്തിൽ നമ്മൾ സെൽഫിഷ് ആവുക. ഈ വർഷത്തെ നിങ്ങളുടെ റെസൊല്യൂഷൻ എൻ്റെ ആരോഗ്യം, അതാണ് എൻ്റെ ലക്ഷ്യം, ഇതായിരിക്കണം. ഈ വർഷം പുതിയ വീടോ പുതിയ ബാങ്ക് ബാലൻസോ സ്ഥാനമാനങ്ങളോ കാറോ ഒക്കെ അതെല്ലാം നടന്നോട്ടെ. അതിനേക്കാൾ ഉപരി ആരോഗ്യത്തെ മുൻനിർത്തി ഒരു റെസൊല്യൂഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന പ്രതിബദ്ധത. ഇല്ലെങ്കിൽ നമ്മൾ നേടിയ എല്ലാ സമ്പത്തും നമുക്ക് നഷ്ടമാവുകയും ഒപ്പം നമ്മളുടെ കുടുംബത്തിനും സമൂഹത്തിനും നമ്മൾ ബാധ്യതയായി മാറും. ഈ പുതിയ റെസൊല്യൂഷൻ എത്ര നാൾ നീണ്ടാലും എപ്പോൾ ബ്രേക്ക് ചെയ്താലും ഇത് നിങ്ങൾക്ക് ഒരു ബോണസായി മാറും. ആരോഗ്യത്തിലുള്ള വ്യത്യാസം കാണുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് തുടരണോ വേണ്ടയോ. ഈ പുതിയ വർഷം നിങ്ങൾക്ക് ആരോഗ്യത്തിൽ ഒരുപാട് ബോണസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ പുതുവർഷം ദൈവഹിതമായി ഭവിക്കട്ടെ എന്നും ആശംസിക്കുന്നു. മറ്റൊരു ചിന്തയുമായി വീണ്ടും കാണാം. സ്നേഹത്തോടെ, സന്തോഷ് ശൂരനാണ്.